സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ കാൽക്കുലേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. സോ നമുക്കറിയാം ആക്സലറേഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വി സീക്വൽ ടു എ ഡി ടി ആണ്. നമ്മൾ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡി വിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ടു ഫൈനൽ വെലോസിറ്റി വി, ഡി വി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടൈം നമ്മൾ എടുക്കുമ്പം റെസ്റ്റ് ഇനീഷ്യൽ ടൈമർ 0 ടു ടൈം ടി എ ഡി ടി എന്നാണ് വരിക. ദെൻ നമ്മൾ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി തന്നെയാണ്. സോ വി അപ്പർ ലിമിറ്റ് വരുന്നത് വി ആണ്, ഫൈനലാണ്. ലോവർ ലിമിറ്റ് വരുന്നത് ഇനീഷ്യൽ വെലോസിറ്റി യു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിഫോം ആക്സലേഷൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി കിട്ടും. സോ ടിയുടെ അപ്പർ ലിമിറ്റ് ടി, ലോവർ ലിമിറ്റ് 0. അങ്ങനെയാണെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൊടുക്കുമ്പോൾ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. സോ ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനാണ്, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ നമ്മൾ നോക്കാം. നമുക്കറിയാം വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡി എക്സ് ഈസ് ഈക്വൽ ടു വി ഡി ടി. രണ്ട് സൈഡും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഡി എക്സ്, അതായത് എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ ടൈം ടി ഈക്വൽ ടു 0, ഡിസ്പ്ലേസ്മെൻറ്റ് 0 എടുക്കുകയാണെങ്കിൽ 0 ടു അറ്റ് എ ടൈം ടി ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 ടു എസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി വി ഡി ടി എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം വി എന്ന് പറഞ്ഞാൽ ആരാണ്, യു പ്ലസ് എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഇൻറ്റഗ്രൽ 0 ടു എസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി വി ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്ക് ഓൾറെഡി അറിയാം യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി വരും. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 ടു എസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി യു ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ടി എ ടി ഡി ടി എന്ന് വരും. ഇനി രണ്ട് സൈഡും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പർ ലിമിറ്റ് എസ്, ലോവർ ലിമിറ്റ് 0, എസ് 0. ദെൻ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് പറഞ്ഞാൽ സിംപ്ലി ടി വരും. അങ്ങനെയാണെങ്കിൽ യു വിച്ച് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി 0 ടു ടി പ്ലസ് എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് ആക്സലേഷൻ, എ ഇൻറ്റു ഇൻറ്റഗ്രൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ടി സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് ടി കൊടുക്കാം, ലോവർ ലിമിറ്റ് 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പർ ലിമിറ്റ് എസ് മൈനസ് 0 ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി മൈനസ് 0 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 0 സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ഇൻസ്റ്റൻറ്റേനിയസ് നമ്മൾ ആക്സലറേഷൻ്റെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു വി ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ്. ഞാൻ ഡി എക്സിന് അങ്ങോട്ട് എടുക്കുമ്പോൾ എ ഡി എക്സ് ഈസ് ഈക്വൽ ടു വി ഡി വി വരും. രണ്ട് സൈഡും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 ടു എസ് എ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ യു ടു വി വി ഡി വി എന്ന് വരും. ആണെങ്കിൽ എ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. അപ്പർ ലിമിറ്റ് നമ്മൾ എസ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് 0. ദെൻ വി ഇൻറ്റഗ്രൽ വി ഡി വി എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ 2 ആണ്. അപ്പർ ലിമിറ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നു, വി കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് യു കൊടുക്കുന്നു. ദെൻ രണ്ട് ലിമിറ്റും കൊടുക്കുമ്പം എ ഇൻറ്റു എസ് മൈനസ് 0 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വരും. ആ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു എസ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത്.